അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പോൾ അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ഇതിലിപ്പോൾ ഈ പരാതിയിൽ രണ്ടുപേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ഗോപാലകൃഷ്ണനും രണ്ടാം പ്രതി ഷാജഹാൻ. കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് നമ്മൾ മൊഴിയിൽ കൊടുത്തിട്ടുണ്ടോ? ഈ രണ്ടുപേർക്കെതിരെ മാത്രമാണോ നമ്മൾ പരാതി? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ എന്താ പറയുക തെളിവുകളും കൊടുക്കുന്നുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ജില്ലയിൽ വ്യത്യസ്ത ജില്ലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതാത് ജില്ലകൾക്കകത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, നിയമപരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇന്നലെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കോഴിക്കോടാണെന്ന് തോന്നണു, ഒരു വീട്ടിൽ ചെന്നിട്ട് അവരെ കൊണ്ട് കാര്യം. അപ്പോൾ അയാൾ പറയുകയാണ് എനിക്കറിയില്ല, ഞാൻ വെറുതെ ഷെയർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഡിലീറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അതെ, പ്രതിപക്ഷ നേതാവിന്റെ അറിവോടെയാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം താങ്കൾ പറഞ്ഞത്. ഇതെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട CPM-ലെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് ഇതിന്റെ കാരണമെന്ന് ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റ്. അല്ല, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനും ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രതികരണത്തിന് ഞാൻ മുതിരുന്നില്ല. ആകെ കൂടി ഒരു റിക്വസ്റ്റ്, ഇത് ഫിഡൽ കാസ്ട്രോയുടെ ഒരു പ്രസംഗമാണ്. ആശയങ്ങളിൽ നിന്നും സംസ്കാരത്തിൽ നിന്നും മാത്രമാണ് വിപ്ലവം പിറക്കുന്നത്. വിപ്ലവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, വലിയൊരു സാമൂഹ്യ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. അത് ക്യൂബയിൽ എങ്ങനെ നടപ്പിലാക്കി എന്ന് പറയുന്ന ഒരു പ്രസംഗമാണ് 1999 വെനീസ്വലയിലെ സർവകലാശാല വിദ്യാർത്ഥികളോട് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രസംഗമാണ്. അപ്പം ഞാൻ ഇത് സൂചിപ്പിച്ചത്, ഞങ്ങൾ വായിക്കുകയും ഞങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുമാണ് സാമൂഹ്യ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടത്തുന്നത്. പക്ഷെ ഞാൻ ഇത് പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹം സ്വന്തം മകൾക്കയച്ച കത്തുകളുണ്ട്, ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഇത് നമ്മൾ അടിയന്തരമായിട്ട് വായിക്കണം. എല്ലാവർക്കും വായിക്കാവുന്ന പുസ്തകമാണ്. കാരണം നെഹ്റു ഇന്ത്യയിലെ സമൂഹത്തെ പഠിച്ചുകൊണ്ട് എങ്ങനെ ഈ സമൂഹം ഒരു സംസ്കാരമുള്ള സമൂഹമായി മാറണം, അതെങ്ങനെയാണ് കഴിയുക എന്ന് ഈ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ, പ്രപഞ്ചോൽപ്പത്തി മുതൽ, സസ്യജന്തു ജീവജാലങ്ങളുടെ ഉൽപ്പത്തി മുതൽ, മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഒരു സമൂഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മാറ്റി തീർക്കണമെന്ന് പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. സംസ്കാരം എന്ന് വെച്ചാൽ എന്താണ്? 11-ാമത്തെ അധ്യായമാണ്. പൂർവകാല സംസ്കാരങ്ങളെപ്പറ്റി ചിലതെല്ലാം നിന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. മഹാനായ പണ്ഡിറ്റ് നെഹ്റു ഇത് അഡ്രസ്സ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മകളോടാണ്. പക്ഷെ ഞങ്ങൾ ഇത് കാണുന്നത് ഇന്ത്യൻ സമൂഹത്തോടാണ്, എന്നോടുൾപ്പെടെ, നമ്മളോടുൾപ്പെടെ. എന്നാൽ അതിനു മുൻപ് സംസ്കാരം എന്നാൽ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു സാമാന്യ ബോധം ആദ്യമായി ഉണ്ടായിരിക്കണം. സംസ്കരിക്കുക എന്നതിനെ നന്നാക്കി തീർക്കുക, ശുദ്ധീകരിക്കുക, ദുശ്ശീലങ്ങളെ നീക്കി സൗശീല്യം സമ്പാദിക്കുക എന്നെല്ലാം അർത്ഥങ്ങൾ കാണാം. മനുഷ്യവർഗത്തെയോ ജനസംഘങ്ങളെപ്പറ്റിയോ പ്രതിപാദിക്കുമ്പോഴാണ് സംസ്കാരം എന്ന് വിശേഷിച്ച് പറയാറുള്ളത്. പണ്ഡിറ്റ് നെഹ്റു സംസ്കാരം ഇൻവെർട്ടഡ് കോമയിലാണ് ഇട്ടിട്ടുള്ളത്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്ന് അധികം ഭേദപ്പെട്ടിട്ടില്ലാത്ത ഒരു കാട സ്വഭാവത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. സംസ്കാരശൂന്യം എന്ന് പറയുന്നത്, ആ കാട സ്വഭാവത്തെയാണ് സംസ്കാരശൂന്യം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് ഇതിന് വിപരീതമായ അവസ്ഥയാണ്. കാട സ്വഭാവത്തിൽ നിന്ന് അകലും തോറുമാണ് നാം അധികം സംസ്കാരമുള്ളവരായിത്തീരുന്നത്. ഇത് സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെട്ടിട്ടുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും, എല്ലാ മനുഷ്യരും, അവർ മാത്രമല്ല എല്ലാ മനുഷ്യരും വായിക്കുകയും ഇത്രയും ലളിതമായി പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാകാൻ
ഉള്ള ശേഷിയില്ലാത്തവർക്ക് പഠന ക്ലാസ്സുകൾ വെച്ച് അത് പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എന്നും മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഗോപാലകൃഷ്ണന്റെ ഒന്നും പറയാനില്ല. ഗോപാലകൃഷ്ണന്റെ വൈഫിനെയും അതോടൊപ്പം തന്നെ മക്കളെ ഫോട്ടോയൊക്കെ ഉൾപ്പെടെ വെച്ചിട്ട് ഇപ്പോൾ അവർക്കെതിരെ വലിയ അല്ല, ഒരു സ്ത്രീയെയും, ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞല്ലോ, ഒരു സ്ത്രീയെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെയും മാത്രമല്ല, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയോ ഒരു മനുഷ്യ വ്യക്തിയെയോ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. അതിന് ടോട്ടലി അഗൈൻസ്റ്റ് ആണ് ഞാൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെന്നാണ്. അല്ല, അങ്ങനെയാണല്ലോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, മാധ്യമങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങളുൾപ്പെടെ, നമ്മളുൾപ്പെടെ എല്ലാ മനുഷ്യരും. ഇപ്പം ഇവിടെ മൈക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയെയും ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനെയും ചേർത്ത് ഒരാളെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇല്ലേ, അത് എത്ര ദിവസം ചർച്ച ചെയ്യാനുള്ള വാർത്തയുണ്ട്. അപ്പം അതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുൻപ് വലിയൊരു ജനസമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ നിലവാരം അതളക്കുന്നത് ആ സമൂഹത്തിൽ സ്ത്രീയുടെ സ്റ്റാറ്റസ്, സാമൂഹ്യ പദവി അതെന്താണെന്ന് വെച്ചിട്ടാണ്. അപ്പം അത് മാത്രമേ വെച്ചാൽ ആ സാമൂഹ്യ പദവി ഉയർത്താനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരും ആ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കുന്ന നാലാം തൂണെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഓരോ വ്യക്തിക്കും. അത്രയും മാത്രമേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വലിയൊരു സപ്പോർട്ട് മാധ്യമങ്ങൾ തന്നിട്ടുണ്ട്. വലിയ വലിയ നന്ദി. പ്രതിപക്ഷ സ്വന്തം പാർട്ടിയാണ് ഇപ്പോൾ കുറ്റം പറയുന്നത്. അല്ല, അതൊന്നും ഞാൻ പറയണില്ല. CPM-നെ ഞാനിപ്പോ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഇത് വായിച്ചല്ലോ, സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് വായിക്കാൻ കാരണം ഈ ഇന്ത്യൻ സമൂഹം ആദ്യമായി ഒരു ചവിട്ടുപടിയിലേക്ക് കടക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലൂടെയാണ്. സംസ്കാരം എന്താണ്, വളരെ പ്രാഥമികമായി അവിടെ വന്നിട്ട് വേണം ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ ആശയം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണം. കോൺഗ്രസ് സംസ്കാരം പണ്ഡിറ്റ് നെഹ്റുവും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഉൾപ്പെടെ വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ചില സാംസ്കാരിക മൂല്യങ്ങളുണ്ട്. എല്ലാം അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ആ മൂല്യം ഇവിടെ വന്നാൽ മാത്രമേ അതിനു മേലെ ഉയർന്ന ചിന്താഗതിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറയണ ഐഡിയോളജി എന്താ? ഫിഡൽ കാസ്ട്രോ പറയണത് എന്താ? മാർക്സ് പറയണത് എന്താ? ലെനിൻ പറയണത് എന്താ? ലെനിൻ പറയുന്നത് നിങ്ങളൊക്കെ വായിക്കുന്നതല്ല കേട്ടോ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്നൊന്നും ഞാൻ പറയണില്ല. സ്ത്രീകളെക്കുറിച്ച് മഹാനായ EMS ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ത്രീയുടെ സ്ഥാനം? അതും വായിക്കുക. മഹാനായ ലെനിനും ക്ലാര സെത്കിനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്, ദ ഇമാൻസിപ്പേഷൻ ഓഫ് വിമൺ. ഇത് സ്ത്രീവാദമൊന്നുമല്ല കേട്ടോ, സമൂഹം ഉയരുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ ഇത്തരം പ്രസ്ഥാനങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും പങ്കെടുക്കണം. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ഉൾപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകയായും രാഷ്ട്രീയ പ്രവർത്തകരായും സാമൂഹ്യ പ്രവർത്തകരായും ഒക്കെ സ്ത്രീകൾ ഉയർന്നു വരണം. എന്നാലേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. അതുപോലെ നിരവധിയായ പുസ്തകങ്ങൾ. അപ്പം ഞാനിത് ആദ്യം പറഞ്ഞത് ഈ നെഹ്റു പറഞ്ഞിട്ടുള്ള ആ ആശയത്തിലേക്കും ആ ലോകത്തേക്കും 1-ാം ക്ലാസ്സിൽ വന്നാലല്ലേ 10-ാം ക്ലാസ് വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ 1-ാം ക്ലാസ് വരെ എത്താനുള്ള ചവിട്ടുപടിയാണ്, സംസ്കാരത്തിലേക്ക് വരാനുള്ള ചവിട്ടുപടികളാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ളൊരു ബോധ്യം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവണം. പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും, സ്ത്രീ പുരുഷ ലൈംഗികത എന്ന് പറയുന്നത് നടു റോട്ടിലിട്ട് വലിച്ചിഴക്കാനുള്ളതല്ല എന്നുള്ള മിനിമം സാംസ്കാരിക ബോധ്യമെങ്കിലും ഉണ്ടാവണം.